Hey, all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. And I'm super excited to be here with another video. So, ഇന്ന് ഞാൻ നിങ്ങളടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം ഇത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആളുകള്. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ഫൈനാൻഷ്യൽ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളതാണ് പെർമനന്റ്ലി. ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ലൈഫിലേക്ക് ഒരുപാട് ആളുകൾ ക്യാഷ് അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. പക്ഷെ പല ആളുകളും ഇതുപോലത്തെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ചില സമയത്ത് അത് നല്ല രീതിയിൽ വർക്ക് ആവും, ചില സമയത്ത് അവർക്ക് അത് പിന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റില്ല, ആ ഒരു വൈബിലേക്ക് അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഏൺ ചെയ്യുന്ന ക്യാഷ് അവർക്ക് വേണ്ട രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ചില ആളുകൾക്ക് അത് വർക്ക് ആവുകയില്ല. ഇപ്പൊ എത്ര മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്താലും അവർ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ചില സമയത്ത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് വർക്ക് ആവും, ചില സമയത്ത് അത് ഒട്ടും വർക്ക് ആവില്ല. നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം, ഞാൻ അങ്ങനെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്കും പറഞ്ഞു തരാറില്ല എന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്നത്, നമ്മൾ എന്ത് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്ന സമയത്തും നമുക്കൊരു സ്ട്രോങ് ബേസ് ഉണ്ടായിരിക്കണം. അത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും, സെൽഫ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും. സോ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ചില ആളുകൾക്ക് ചില സംശയം ഉണ്ടായിരിക്കണം. സോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒന്നും വർക്ക് ആവില്ലേ, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ഒന്നും വർക്ക് ആവില്ലേ, ഇതൊക്കെ റിയൽ ആണോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഓരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിനും അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട്, അത് വേണ്ട വിധത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. കാരണം ഞാൻ മനസ്സിലാക്കിയത്, സോ എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എന്റെ ഒരു ഫൈനാൻഷ്യൽ, എസ്പെഷ്യലി നമ്മൾ ഇന്ന് ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പോയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ജോഷ് ടോക്ക് കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ചേഞ്ചിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കണം. എന്താണ് നമ്മൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരു വീട് വെക്കാൻ പോവാണ്. നമ്മൾ ഒരു ബേസും ഇല്ലാതെ നമുക്ക് വീട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല അല്ലെ. മതിലൊന്നും കെട്ടി അത് സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല, റൈറ്റ്? സോ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കണം. കല്ലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കല്ലും കരിങ്കല്ലൊക്കെ വെച്ച് നല്ലൊരു ബേസ്മെന്റ് ഉണ്ടാക്കിയെടുക്കണം അല്ലെ. സോ നമ്മൾ എന്ത് കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ഫൗണ്ടേഷന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് ഇത് മനസ്സിലാക്കി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചാലും അത് നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഫോർ ലൈഫ് ലോങ്. അതിനൊരു മാറ്റവും സംഭവിക്കില്ല. കാരണം ഇന്നത്തോടു കൂടി അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തോടു കൂടി മാത്രമുള്ളതല്ലേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരുപാട് കാലങ്ങൾ ജീവിക്കാൻ പോവാണ്. സോ പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ്ലി ഒക്കെ സംഭവിക്കാം അല്ലെ. സോ നമ്മളുടെ ഒരു ആഗ്രഹത്തിന്റെ മേലെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്ന സമയത്തും അതായിരിക്കും കൂടുതൽ അവിടെ ഉറച്ചു നിൽക്കുക. നമ്മുടെ ഒരു സ്ട്രോങ് ബിലീഫ് അതായിരിക്കും. സോ ജോഷ് ടോക്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്താന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ആണ്. സോ എന്റെ ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതോട് കൂടിയിട്ട് എന്റെ ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. കാരണം ഞാൻ പലപ്പോഴായിട്ട് എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് എനിക്കൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല, എവിടെ നിന്നൊരു ഹെൽപ്പ് ഉണ്ടാവുന്നില്ല. സോ അത്യാവശ്യം ക്യാഷ് വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ സാലറിന്ന് അഡ്വാൻസ് എടുക്കും, അല്ലെങ്കിൽ PF ലോൺ ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യും. ഞാൻ വേറൊരാളുകളുടെ അടുത്ത് ക്യാഷ് ചോദിച്ചിട്ടുള്ള ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ടൈം വരെ എന്റെ സാലറി മാത്രം വെച്ചിട്ട് ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിൽ ഒരു ഫാമിലിയിലെ എൻഡ് ടു എൻഡ് റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളത് എനിക്ക് അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. സോ ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നു ക്യാഷ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ് എന്ത് സംഭവിച്ചു, സ്ലോലി അതൊരു ഹാബിറ്റ് ആവാൻ തുടങ്ങി. എന്റെ ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ് ആവാൻ തുടങ്ങി. എന്തെങ്കിലും ആവശ്യം വരാം, എന്തെങ്കിലും കാര്യങ്ങൾ പ്ലെഡ്ജ് ചെയ്യാം, പിന്നെ അതൊരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവിടെ കിടക്കാണ്. എന്റെ ഒരു ആകെ ഒരു സേവിങ്സ് എന്ന് പറയുന്നത് ഒരു PF ആയിരുന്നു. ഈവൻ അവിടുന്ന് വരെ ഞാൻ ക്യാഷ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിട്ട് വരികയാണ്. ഞാൻ ഫൈനാൻഷ്യലി ചിന്തിക്കുന്ന രീതി അങ്ങനെയായി പോവാണ്. പെട്ടെന്ന് ഒരു ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുക, ഓക്കെ എന്തെങ്കിലും പ്ലെഡ്ജ് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ സാലറിന്ന് അഡ്വാൻസ് എടുക്കാം എന്നുള്ളതാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, വീണ്ടും എന്റെ
റെസ്പോൺസിബിലിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. സോ ഞാൻ പോലും അറിയാതെ ഒരു അൺഹെൽത്തി ഫൈനാൻഷ്യൽ ഹാബിറ്റ് എനിക്ക് അവിടെ ഉണ്ടാവുകയാണ്. ആൻഡ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്റെ ഫാമിലി എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈവൻ എന്റെ പാരന്റ്സ്, ഞാൻ എന്റെ പാരന്റ്സിന്റെ കൂടെ നിൽക്കുന്ന സമയത്തും അവർക്കും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. സോ ഞാൻ ഇതുവരെ കണ്ടിട്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടോ ഇല്ലാത്തൊരു ഫൈനാൻഷ്യൽ ഹാബിറ്റ് ആണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എന്നെ ഫീഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. സോ അതിന് എന്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, പല ആളുകളും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്ന സമയത്ത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഇല്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന സമയത്ത് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഒന്നുമില്ലാത്ത പ്ലേസിൽ നിന്ന് എങ്ങനെയാണ് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്? ജോലി ആഗ്രഹമുണ്ട് പക്ഷെ എക്സ്പീരിയൻസ് ഇല്ല, വിദ്യാഭ്യാസം ഇല്ല. വീട് ആഗ്രഹമുണ്ട് പക്ഷെ പ്രോപ്പർട്ടി ഇല്ല, ക്യാഷ് ഇല്ല. ഫ്രീഡം ആഗ്രഹമുണ്ട്, ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഫാമിലി വിടില്ല, പാരന്റ്സ് വിടില്ല, ഹസ്ബൻഡ് വിടില്ല, വൈഫ് വിടില്ല. ഇങ്ങനെ ഓൾറെഡി നമ്മൾ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ അത് എക്സ്പാൻഡ് ചെയ്യാൻ, സോ അത് തുറക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒരു കഷ്ടപ്പാടിന് എങ്ങനെയാണ് നല്ല രീതിയിൽ ഇനി എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുവരിക എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് പല രീതിയിലായിരിക്കാം. ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയും, അത് നിങ്ങളെ എന്തോ ഒരു നല്ല കാര്യത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. ഒരിക്കലും നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ്, എന്റെ പാരന്റ്സ് ഇങ്ങനെയാണ്, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, അവരെനിക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ല, അല്ലെങ്കിൽ എന്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്റെ സ്പൗസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്റെ കുട്ടികൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യാതിരിക്കുക. എങ്ങനെയാണ് നമ്മുടെ ഡിസൈറിന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സോ ഞാൻ എന്റെ ലൈഫില് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ തിരിച്ചറിഞ്ഞു വരുന്ന സമയത്ത് എന്റെ ലൈഫിൽ ഇനിയൊരു ഫൈനാൻഷ്യലി ഞാൻ ചേഞ്ച് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യം ആ ഒരു ടൈമിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്, അന്ന് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഇൻഫോസിസിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറെ വർഷം ഇൻഫോസിസ് എംപ്ലോയി തന്നെയായിരുന്നു. കാരണം എനിക്ക് എന്റെ കരിയർ, എന്റെ ജോബ് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് എനിക്ക് അത്ര ഒരു റിസ്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നില്ല. കാരണം എന്റെ കമ്പനി സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ പുതിയ കമ്പനി എങ്ങനെയായിരിക്കാം, അത് സ്റ്റേബിൾ ആയിരിക്കോ, അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. കാരണം എനിക്ക് വേറെ എവിടുന്ന് എനിക്കൊരു സപ്പോർട്ട് ഇല്ല, ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരേ കമ്പനിയിൽ ഒരുപാട് വർഷം നിൽക്കുന്നത് നമുക്ക് ഒരുപാട് വലിയ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് തരില്ല, നമുക്ക് വലിയൊരു ഗ്രോത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ ഓരോ ടൈം ആവുന്ന സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്യണം. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടുന്ന് മാറാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സോ ആ ഒരു ടൈമിൽ, സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു ടൈമിൽ എന്റെ മനസ്സിൽ ഞാൻ ഒരു വലിയൊരു ഇൻകം സെറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു സമയത്ത് എന്റെ മുന്നിൽ ഉണ്ടായിട്ടുള്ള രണ്ട് വഴി എന്ന് പറയുന്നത്, ഒന്നുകിൽ ഞാൻ കമ്പനി മാറുക എന്നുള്ളതാണ്. വേറെ കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻകം വരും. പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻകത്തിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി എന്റെ ഒരു ഇൻകം എത്രയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിലായിരുന്നു. കാരണം ഇനി അങ്ങനെയൊക്കെ എനിക്ക് കുറച്ചുകൂടി ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ, എന്റെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു തോന്നല് ആ ഒരു സമയത്ത് ഉണ്ടായത്. സോ ഈ ഒരു രണ്ട് ഓപ്ഷനേ ഉള്ളൂ എന്റെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം, അല്ലെങ്കിൽ ടാരോ ട്രീഡിംഗ് ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുക, ലൈഫ് കോച്ചിങ്ങിലേക്ക് വരിക, ഇതൊന്നും ഞാനൊരു പ്രൊഫഷണലി എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ ഇതുപോലത്തെ കുറെ ചേഞ്ചസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ളത് യാതൊരു ഐഡിയ പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാൻ 21 days ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും എഴുതി വെക്കുന്നതും അഫേം ചെയ്യുന്ന ഒരു കാര്യം, സെൽഫ് ആയിട്ട് പറയുന്ന ഒരു അഫർമേഷൻ ഉണ്ട്, ഒരു വാക്കുണ്ട്, ഒരു സെന്റൻസ്. സോ ആ ഒരു വാക്ക് ഞാൻ എപ്പോഴും കോൺസ്റ്റന്റ്ലി ഞാൻ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വാക്കിന്റെ ഒരു ഇന്റൻസ് ഒന്നും എനിക്ക് ആ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു ലൈഫ് ചേഞ്ചിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നുള്ള യാതൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് മാസം സമയത്താണ് എന്റെ ലൈഫിൽ എൻറ്റയർ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അത് എന്റെ ഒരു ഫൈനാൻഷ്യൽ ലൈഫിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല, എന്റെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും, എന്റെ സെൽഫ് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും, എന്റെ
ഓത്തന്റിസിറ്റി, ഞാൻ എന്താണെന്ന് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും, എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഓർ ഞാൻ എന്താണ്, എൻ്റെ ഒരുപാട് സൈക്കിക് എബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ഇന്ന ടാലന്റ് ആണെന്നുണ്ടെങ്കിലും അത് എങ്ങനെ കണക്ട് ചെയ്യണം. ആൻഡ് മോർ ഓവർ, എപ്പോഴും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ചെറുതാവുന്ന മുതലുള്ള ഒരു ആഗ്രഹം ഒരു സ്പീക്കർ ആവുക എന്നുള്ളതാണ്, ആളുകളായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. സോ അത് ഞാൻ എപ്പോഴും വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം. അതിനി വരുമോ, ഇനി അതിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ടോ, ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ ആണ്. ഓൾ ഓഫ് സഡൻ ഞാൻ അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. സ്ലോലി ഞാൻ ലൈഫ് കോച്ചിങ്ങിലേക്ക് വരാണ്. ആൻഡ് പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടാവുകയാണ്, ഒരു ദിവസം എനിക്ക് ടാരോ ട്രീഡിങ് ചെയ്യണം, ഒരു വീഡിയോ ഇടണം എന്ന് തോന്നുകയാണ് യൂട്യൂബിൽ. ഞാൻ ഇതിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഞാൻ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തും ഇങ്ങനെയായിരിക്കാം വരുന്നുണ്ടായിരിക്കാം, ഇവിടുന്ന് ആയിരിക്കാം സംഭവിക്കുന്നുണ്ടായിരിക്കാം, ഈ ഒരു കാര്യമായിരിക്കാം, ഇതാണ് എൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് വിശ്വസിച്ച ഞാൻ എന്റെ ലൈഫിൽ ഓരോ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്തും ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത വഴിയിൽ കൂടിയാണ് പല കാര്യങ്ങളും എന്റെ ലൈഫിൽ സംഭവിച്ചത്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന, നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന ഒരുപാട് വഴിയിൽ കൂടിയാണ് എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് പിന്നീട് ലൈഫിൽ സംഭവിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ എക്സ്പെക്ടേ ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഇന്ന വഴിയിൽ കൂടി ആയിരിക്കാം, ഇങ്ങനെയായിരിക്കാം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം എന്നുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത്, നമ്മൾ എന്ത് ആഗ്രഹങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്തും ഒരു ലിമിറ്റ് ഇല്ല. നമ്മൾ അത് വിശ്വസിക്കുകയാണ്, ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല, ഇതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല, നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല, നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ചേഞ്ച് ആക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു, നമ്മുടെ വിശ്വാസം അങ്ങനെ ആക്കി വെച്ചു. നിങ്ങളൊരു ഹെൽത്ത് സിറ്റുവേഷനിലാണെന്ന് വിചാരിക്കാം, നിങ്ങൾ നടക്കില്ല എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന ഉണ്ട്, അതൊരിക്കലും മാറില്ല എന്ന് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. പിന്നീട് ആ ഒരു വിശ്വാസം ബ്രേക്ക് ആവാതെ ഒരു മാറ്റത്തിലേക്ക് വരാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സോ എന്താഗ്രഹിക്കുന്ന സമയത്തും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ അത് നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു പവർ, അവിടെ ലിമിറ്റേഷൻ ഇല്ല. ഓൾറൈറ്റ്. സോ നമ്മുടെ ആകെ ഒരു ഇന്റൻഷനായി, നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡിന്റെ ആകെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യുക, കമാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പറഞ്ഞു കൊടുക്കുക നമ്മളുടെ അടുത്ത് തന്നെ, വേറൊരു ആളുടെ അടുത്ത് വല്ല കൺഫേം ചെയ്യേണ്ടത്, സെൽഫായിട്ട് പറഞ്ഞു കൊടുക്കുക എന്താണ് വേണ്ടത്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. നമ്മളായിട്ടൊരു സൊല്യൂഷൻ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കാം വരുന്നുണ്ടായിരിക്കാം, അവരായിരിക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മളായിട്ട് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് സ്ലോലി നമ്മളുടെ ഒരു ബിലീഫായിട്ട് മാറാണ്. അത് നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്നത് പോലെ ആയിട്ട് വരികയാണ്. സോ എന്താഗ്രഹിക്കുന്ന സമയത്തും ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യരുത് അതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത്. സോ ഇനി ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നമ്മളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ, നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള, എസ്പെഷ്യലി നമ്മൾ ഇന്ന് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വാങ്ങിക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം, നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്വന്തമായിട്ട് വീട്, വാഹനം, നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം, ഓക്കെ, എന്തുമാവാം. ഓൾറൈറ്റ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ബേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന സമയത്തും, എന്ത് കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്ന സമയത്തും അത് നിലനിൽക്കാത്തതിന്റെ, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു വൈബിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒരു മേജർ സിറ്റുവേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ആകെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ട് വരും. ഓൾറൈറ്റ്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് വേറെ ആരെങ്കിലും ആണ്, അല്ലെ? ഇപ്പൊ അവിടുത്തെ കോൺക്രീറ്റ് പണിയാണെന്നുണ്ടെങ്കിലും, കല്ലൊക്കെ കെട്ടി പടുക്കുന്നതാണെന്നുണ്ടെങ്കിലും, തേക്കുന്നതാണെന്നുണ്ടെങ്കിലും, അല്ലെ, ഇലക്ട്രീഷ്യൻ വർക്ക് ആണെന്നുണ്ടെങ്കിലും, ഇതൊക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്യുക? അല്ലെ? സോ അതിന്റെ എക്സ്പേർട്ട് ഉണ്ട്. നിങ്ങളുടെ എന്താണ്, നിങ്ങൾ എന്തൊക്കെ വേണം, എവിടേക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓൾറൈറ്റ്. സോ അതെന്താണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം? എന്താണ്? ഈ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഇത്ര എക്സ്പെൻസ് ആവുമല്ലോ, ഇത്ര ക്യാഷ് ആവുമല്ലോ, ഇതൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടാവുമോ, ഇതൊക്കെ അവർക്കൊക്കെ സാധിക്കുന്ന കാര്യമില്ല, ഇതൊക്കെ എനിക്ക് ഉണ്ടാവുമോ, എന്റെ കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കുമോ? സ്റ്റോപ്പ് എവറിത്തിങ്. സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദിസ്. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല.
ഓൾറൈറ്റ്, നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു ആർക്കിടെക്ചർ ഉണ്ട്. നമ്മൾ അയാളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല 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 പ്രശ്നങ്ങളും ഉണ്ടാവും. നിങ്ങൾ കംപ്ലീറ്റ്ലി മെസ്സപ്പ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിലായിരിക്കാം ഉണ്ടായിരിക്കാം. ഒരുപാട് 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 സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നതായിരിക്കാം. ഐ ക്യാൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ അതിനെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്ന് പോകുന്നതോ നമ്മൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അത് നമ്മുടെ ഒരു റിയാലിറ്റിയാണ്. അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അത് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക. ഓൾറൈറ്റ്, അവിടെ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഒന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഓൾറൈറ്റ്, സോ ഇനി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, സോ ലെറ്റ് സി എങ്ങനെയാണ് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം, ഫൈനാൻഷ്യൽ ലൈഫ് സ്റ്റൈൽ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ എങ്ങനെ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. കറന്റ് സിറ്റുവേഷൻ എന്താ എന്നുള്ളതാണ്. നമ്മുടെ ഫൈനാൻഷ്യൽ ഹാബിറ്റ് എങ്ങനെയുള്ളതാണെന്നൊക്കെ ഒന്ന് നമുക്ക് സ്വയം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ബിൽഡ് ചെയ്ത് വരാൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഉള്ളിൽ നിന്നും മാറ്റേണ്ടത്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ പല രീതിയിലായിരിക്കാം. ചില ആളുകൾക്ക് ജോലി ഉണ്ടായിരിക്കാം, ജോലി ഇല്ലായിരിക്കാം, ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, നിങ്ങളൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല, ഓർ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക, ഓർ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മാറ്റി വെക്കാനൊന്നും സാധിക്കാത്ത ചില സിറ്റുവേഷനിൽ കൂടിയായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കറന്റ് ഫൈനാൻഷ്യൽ ലൈഫ് സിറ്റുവേഷൻ എന്താ എന്നുള്ളത്, നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ് എന്താന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം, നമുക്ക് നല്ല കാര്യങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നിന്ന് മാറ്റി വെക്കണം. നല്ല കാര്യങ്ങൾ വരാനുള്ള സ്പേസ് നമ്മൾ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ നല്ലതായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങൾ വളരെ ദാഹിച്ചു നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ഗ്ലാസും ആ ഗ്ലാസിന്റെ പകുതി വളരെ സ്പോയിൽ ആയിട്ടുള്ള വെള്ളമാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും കുടിക്കാൻ സാധിക്കില്ല. സോ നിങ്ങൾ എന്താണ് ചെയ്യുക? ആ സ്പോയിൽ ആയിട്ടുള്ള വെള്ളം ഗ്ലാസ്സിൽ നിന്ന് മാറ്റി അത് വൃത്തിയാക്കി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തു കുടിക്കും, അല്ലെ? സോ ഇതുപോലെയാണ് നമ്മളുടെ ലൈഫിലും ചില കാര്യങ്ങൾ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കാം. സോ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റി പറയുന്ന സമയത്ത് മിക്ക ആളുകൾക്കും അനാവശ്യമായിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുന്നുണ്ടായിരിക്കുക അത്ര കാലത്തെ നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ വിശ്വാസങ്ങളാണ്. ക്യാഷിനെ പറ്റി, ജോലിനെ പറ്റി, ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനെ പറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില വിശ്വാസങ്ങൾ, അത് ഒന്നുകിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതായിരിക്കാം, നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയായിരിക്കാം, അത് നമ്മൾ ഒരുപാട് ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങൾ മാറ്റി വെക്കേണ്ടത്, നിങ്ങൾ സ്പേസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ചില ചിന്തകൾ, നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ക്യാഷിനെ പറ്റിയിട്ട് എന്താണോ നിങ്ങളുടെ തോട്ട്സിൽ ഉണ്ടാവുന്നത്, എന്ത് ചിന്തയാണോ, നിങ്ങൾക്ക് പേടിയാണോ, ആങ്സൈറ്റി ആണോ, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ടാണോ നിങ്ങൾ ക്യാഷ് കാണുന്നത്? നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കണം ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വരാൻ. പക്ഷെ ഈ ഒരു മൊമെന്റിൽ അത് വലിയൊരു പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അത് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും അതേ കാര്യം തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചിന്തകളായിരിക്കാം, നിങ്ങൾ ഫീൽ ചെയ്യുന്നത് അങ്ങനെയായിരിക്കാം, നിങ്ങളുടെ വിശ്വാസങ്ങളായിരിക്കാം. ഇതൊക്കെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ആ തോട്ട്സിൽ, അങ്ങനെ ഉണ്ടാവുന്ന ഫീലിംഗ്സിൽ, അങ്ങനത്തെ വിശ്വാസങ്ങളെല്ലാം നിങ്ങൾ നല്ല കാര്യങ്ങൾ ചേർത്ത് അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ചേർത്ത് നിങ്ങൾ റീഫ്രെയിം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരുപാട് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കാൻ സാധിക്കണം എന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും മേലെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്,
നിങ്ങൾ ഒരു ലിമിറ്റും ഇല്ലാതെ ഒരു പരിധിയും ഇല്ലാതെ എങ്ങനെയാണോ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഫൈനാൻഷ്യൽ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് വളരെ നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. നല്ല രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത്, എഴുതി വെക്കുന്ന സമയത്ത് അതെങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു, അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ജോലിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പരിധിയുമില്ലാതെ നിങ്ങളുടെ സമ്പാദ്യം എത്രയായിരിക്കണം, നിങ്ങളുടെ ജോലി എങ്ങനെയുള്ളതായിരിക്കണം, നിങ്ങളുടെ ജീവിതശൈലി എങ്ങനെയുള്ളതായിരിക്കണം എന്ന വളരെ വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് സ്വയം കൊടുത്തു തുടങ്ങുക. അതിനുവേണ്ടി ജേർണൽ, അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആണോ ആഗ്രഹിക്കുന്നത്, അത് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും അത് പ്രിറ്റൻഡ് ചെയ്യുന്നതും നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നല്ല രീതിയിൽ നിങ്ങളെ ലീഡ് ചെയ്യാൻ ഈ കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. അടുത്തതായി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളൊരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഏത് ആഗ്രഹമാണെന്നുണ്ടെങ്കിലും ഈ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക. ഈ സമയം നിങ്ങൾക്ക് എത്ര മോശമുള്ളതാണെന്നുണ്ടെങ്കിൽ പോലും എപ്പോഴെങ്കിലും പണത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷകരമായിട്ട്, നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാൻ തോന്നുന്ന ഏതെങ്കിലും ഒരു നിമിഷം ഉണ്ടായിരിക്കണം, അല്ലെ? ആരെങ്കിലും നിങ്ങളെ സഹായിച്ചതായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ പണം കാരണം ഉണ്ടായിട്ടുള്ള ചില സന്തോഷങ്ങളായിരിക്കാം, നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് എത്ര വേഴ്സ്റ്റ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടായിരിക്കണം. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സമയം ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഹിന്റ് കിട്ടുന്നുണ്ട്, എങ്ങനെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഹിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട കൺഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളെ ചേസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിങ്ങൾക്ക് മാറ്റം വേണം എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എത്രയോ ആളുകൾക്ക് ഇപ്പോഴും അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സോ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് വന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണോ നിങ്ങൾ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നത്, എങ്ങനത്തെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആണോ നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നത്, എങ്ങനത്തെ ഒരു ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്തു വരുന്നുണ്ട്, അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് എന്ന രീതിയിൽ, അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ കൺഫേം ചെയ്യാം, അഫർമേഷൻ ചെയ്യാം, ഗ്രേറ്റ്ഫുൾ അറിയിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. കാരണം അത് നിങ്ങൾ പോലും അറിയാത്ത ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒറ്റ കാര്യം നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ മൈ ബ്യൂട്ടിഫുൾ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.